അപ്പോൾ ഇതാണ് മുള്ളമൃത്. മുള്ളമൃത് അമൃതവള്ളി എന്നൊക്കെ മലയാളത്തിലാണ് പറയപ്പെടുന്നത്. മധുമേഘവൈരി എന്ന് സംസ്കൃതത്തിലാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ടിനോസ്പോറ ക്രിസ്പ എന്നാണ്. മെനിസ്പെർമേസിയ എന്ന് പറയുന്ന ഒരു ബൊട്ടാണിക്കൽ ഫാമിലിയിൽ പെടുന്നതാണ് നമ്മുടെ ഈ മെഡിസിനൽ പ്ലാന്റ്. ചിറ്റമൃതും ഇതേ ഫാമിലിയിൽ പെടുന്നത് തന്നെയാണ്. പക്ഷെ ചിറ്റമൃതും നമ്മൾ ഈ മുള്ളമൃതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ഇലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പായിട്ടുള്ള എയറോ ഹെഡഡ് ആയിട്ടുള്ള ഇലകളാണ് കാണപ്പെടുന്നത്. ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ മുള്ളമൃത് ഉപയോഗിച്ച് വരുന്നത്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്തിട്ട് ചതച്ച് വെള്ളത്തിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. ഇത് ബീറ്റാ സെൽസിൽ നിന്നും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഏകദേശം 1 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ് ഇതിൻ്റെ ഈ തണ്ടിന് ഉള്ളത്. ഏതെങ്കിലും ഒരു മരത്തിൽ പടർന്ന് ഏകദേശം 15 മീറ്റർ ഉയരത്തോളമാണ് ഇത് വളരുന്നത്. ഇതിൻ്റെ വേരും ആഴത്തിലിറങ്ങുന്ന വേരാണ്. 10 മീറ്ററോളം താഴെ മണ്ണിനടിയിലും ഇതിൻ്റെ വേര് പടർന്നു പോകുന്നുണ്ട്. മുൻപ് ഇതിൻ്റെ ചെറിയൊരു കമ്പ് മണ്ണിൽ നട്ടതായിരുന്നു. അതിലിപ്പോൾ ചെറിയ മുള വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കമ്പുകൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഇതേ രീതിയിലുള്ളൊരു ചെറിയ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം മണ്ണിൽ നട്ടു കൊടുക്കാം. ഇതേ രീതിയിൽ ചതച്ച്